നമസ്കാരം. ഇന്ത്യക്കാരന് സ്വർണം എന്നാൽ വെറും ഒരു മഞ്ഞ ലോഹമല്ല, അതൊരു വികാരമാണ്. ആ വികാരം ഇപ്പോൾ കൊടുമുടി തൊട്ടിരിക്കുകയാണ്. ഇന്ത്യൻ വീടുകളിലെ സ്വീകരണ മുറികളിലും ബാങ്ക് ലോക്കറുകളിലും വിശ്രമിക്കുന്ന സ്വർണത്തിന്റെ മൂല്യം ഇപ്പോൾ എത്രയാണെന്ന് അറിയാമോ? 5 ലക്ഷം കോടി ഡോളർ, അതായത് ഏകദേശം 460 ലക്ഷം കോടി രൂപ. കൊഡാക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇക്വിറ്റീസ് പുറത്തുവിട്ട ഏറ്റവും പുതിയ റിപ്പോർട്ടിലാണ് സ്വർണത്തിന്റെ തടിച്ച കണക്കുകളുള്ളത്. രാജ്യത്തിന്റെ മൊത്തം ആഭ്യന്തര ഉൽപാദനത്തിന്റെ GDP-യുടെ 125% വരും ഈ സ്വർണ്ണശേഖരം. പക്ഷേ ഈ തിളക്കത്തിന് പിന്നിൽ രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയെ തളർത്തുന്ന ചില കൈപ്പേറിയ സത്യങ്ങളുമുണ്ട്. സ്വർണ്ണവില കുതിച്ചുയരുന്നത് കണ്ട് നമ്മൾ സന്തോഷിക്കുമെങ്കിലും അത് നമ്മുടെ കീശയിലേക്ക് പണം എത്തിക്കുന്നില്ല എന്നതാണ് വാസ്തവം. റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്ന പ്രധാന പോയിന്റുകളിൽ ഓഹരികളിലോ മ്യൂച്വൽ ഫണ്ടുകളിലോ പണം നിക്ഷേപിച്ചാൽ അത് കമ്പനികളുടെ വളർച്ചയ്ക്കും രാജ്യത്തിന്റെ പുരോഗതിക്കും ഉപകരിക്കും. എന്നാൽ ലോക്കറിൽ കിടക്കുന്ന സ്വർണം ഒരു തരത്തിലുള്ള വരുമാനവും ഉണ്ടാക്കുന്നില്ല. രാജ്യത്തെ മൊത്തം റീറ്റെയിൽ വായ്പകളുടെ വെറും 12% മാത്രമാണ് സ്വർണ്ണ പണയമായി വരുന്നത്. അതായത് കൈവശമുള്ള സ്വർണത്തിന്റെ വലിയൊരു ഭാഗവും വെറുതെ ഇരിക്കുകയാണ്. ഇത് സാമ്പത്തിക വിപണിയിലേക്ക് എത്തുന്നില്ല. ഇന്ത്യയിലേക്ക് എത്തുന്ന സ്വർണത്തിൽ ഭൂരിഭാഗവും ഇറക്കുമതി ചെയ്യുന്നതാണ്. കോടിക്കണക്കിന് രൂപയുടെ വിദേശ നാണയമാണ് ഇതിനായി രാജ്യം ചെലവാക്കുന്നത്. ഇത് രാജ്യത്തിന്റെ സാമ്പത്തിക ഭദ്രതയെ ദോഷകരമായി ബാധിക്കുന്നുണ്ട്. മലയാളി ഉൾപ്പെടെയുള്ള ഇന്ത്യൻ കുടുംബങ്ങൾക്ക് സ്വർണത്തെ ഒരു സുരക്ഷിത നിക്ഷേപമായി കാണുമ്പോൾ ആ സമ്പദ് വ്യവസ്ഥയിൽ നിന്നും പണം പിൻവലിക്കപ്പെടുന്നതിന് തുല്യമാണെന്നാണ് സാമ്പത്തിക വിദഗ്ധർ പറയുന്നത്. ബാങ്ക് നിക്ഷേപങ്ങളിലേക്കോ ബിസിനസ് സംരംഭങ്ങളിലേക്കോ എത്തേണ്ട പണം ആഭരണമായി അലമാരയിലിരിക്കുന്നതിലൂടെ പുതിയ തൊഴിലവസരങ്ങളോ ആസ്തികളോ സൃഷ്ടിക്കപ്പെടുന്നില്ല. ചുരുക്കത്തിൽ ഇന്ത്യക്കാർ ലോകത്തെ ഏറ്റവും വലിയ സമ്പന്നരായ ദരിദ്രരായി മാറിക്കൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞാലും അതിശയോക്തിയാവില്ല. കയ്യിൽ കോടികളുടെ സ്വർണ്ണമുണ്ടെങ്കിലും അത് രാജ്യത്തിന്റെ വളർച്ചയ്ക്ക് ഒരു ഗുണവും ചെയ്യുന്നില്ല എന്ന വിരോധാഭാസമാണ് ഇപ്പോൾ ചർച്ചയാകുന്നത്. ആളുകൾ സ്വർണം വാങ്ങിക്കൂട്ടുന്നത് വഴി രാജ്യത്തെ വലിയ അളവിലുള്ള ആസ്തി സമ്പദ് വ്യവസ്ഥയിൽ നിന്ന് മാറ്റി നിർത്തപ്പെടുകയാണ്. ഈ പണം പിന്നീട് ബാങ്ക് നിക്ഷേപങ്ങളിലേക്കോ ഓഹരി അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ട് നിക്ഷേപങ്ങളിലേക്കോ തിരികെ എത്തുന്നില്ല. സ്വർണം വിറ്റ് പണമാക്കുന്നത് ബുദ്ധിമുട്ടാണ്. ഇതുവഴി വ്യവസായങ്ങൾക്കും വായ്പകൾക്കും നിക്ഷേപങ്ങൾക്കും മറ്റും ഉപയോഗിക്കപ്പെടേണ്ട പണം ലോക്കറുകളിലോ വീടുകളിലോ അലമാരകളിലോ ഒക്കെ വെറുതെ ഇരിക്കുന്ന സാഹചര്യമാണുള്ളത്. ഇന്ത്യ ഉപയോഗിക്കുന്ന സ്വർണത്തിൽ അധികവും ഇറക്കുമതി ചെയ്യുന്നതാണ്. ഇത് വിദേശ നാണയം രാജ്യത്തിന് പുറത്തേക്ക് ഒഴുകുന്നതിനും കാരണമാകുന്നുണ്ട്. ചുരുക്കത്തിൽ സ്വർണത്തോടുള്ള ഇന്ത്യക്കാരുടെ വൈകാരികമായ അടുപ്പം വ്യക്തിഗത സുരക്ഷയായി തോന്നുമെങ്കിലും രാജ്യത്തിന്റെ സമഗ്രമായ വളർച്ചയ്ക്ക് അതൊരു വിലങ്ങുതടിയായി മാറുന്നു എന്നൊരു യാഥാർത്ഥ്യമുണ്ട്. ലോക്കറുകളിൽ സൂക്ഷിച്ചിരിക്കുന്ന ഈ മഞ്ഞനിധിയെ ഉൽപാദനക്ഷമമായ നിക്ഷേപങ്ങളിലേക്ക് അഥവാ പ്രൊഡക്റ്റീവ് ഇൻവെസ്റ്റ്മെന്റ്സിലേക്ക് മാറ്റിയാൽ മാത്രമേ സമ്പദ് വ്യവസ്ഥയിൽ ചലനാത്മകത ഉണ്ടാവുകയുള്ളൂ. സ്വർണത്തിന് പകരം ഓഹരി വിപണിയിലോ മറ്റ് സംരംഭങ്ങളിലോ പണം നിക്ഷേപിക്കുന്നത് വ്യക്തികൾക്കും രാജ്യത്തിനും ഒരുപോലെ ഗുണകരമാകും. വിദേശ നാണയം പുറത്തേക്ക് ഒഴുകുന്നത് തടയാനും പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനും നമ്മുടെ നിക്ഷേപശീലങ്ങളിൽ മാറ്റം വരുത്തേണ്ടത് കാലഘട്ടത്തിന്റെ ആവശ്യമാണ്. കയ്യിലുള്ള സ്വർണത്തിന്റെ തിളക്കം രാജ്യത്തിന്റെ പുരോഗതിയുടെ കൂടി ഭാഗമായി മാറണമെങ്കിൽ ആ നിർജീവ ആസ്തിയെ സാമ്പത്തിക വ്യവസ്ഥയുടെ ഭാഗമാക്കാൻ നമുക്ക് സാധിക്കണം. എന്തായാലും ഇന്ത്യക്കാർക്ക് അല്ലെങ്കിൽ മലയാളികൾക്കും സ്വർണത്തോടുള്ള ഭ്രമം നമുക്ക് വളരെ വ്യക്തമായി അറിയാവുന്നതാണ്. അതിഭീകരമായ തോതിൽ നമുക്ക് സ്വർണത്തിൽ നിക്ഷേപമുണ്ട്. പക്ഷേ വ്യക്തി എന്ന രീതിയിൽ ഒരാളുടെ സുരക്ഷിത നിക്ഷേപം എന്ന രീതിയിൽ മാത്രമായി നിൽക്കുകയും രാജ്യത്തിന്റെ GDP-യേക്കാൾ 10 മടങ്ങ് അത് വലിയൊരു തുകയായി നിൽക്കുമ്പോഴും രാജ്യത്തിന് ഗുണമില്ലാതാവുന്ന ഘട്ടത്തിലാണ് അതിൽ പ്രശ്നങ്ങളുള്ളത്. എന്തായാലും ഇന്ത്യക്കാരുടെ ഈ മഞ്ഞലോഹത്തോടുള്ള ഭ്രമം അത് ഒരു കാലത്തും അവസാനിക്കുന്ന ഒന്നാണെന്ന് കരുതാൻ സാധിക്കില്ല.